അമ്പലപ്പുഴ വാർത്ത ബിഗ് ബ്രേക്കിംഗ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 66 തസ്തികകളിൽ ഡോക്ടർമാരില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അമ്പലപ്പുഴ വാർത്തകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. പാവപ്പെട്ടവരുടെ ഏക ആശ്രയമായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്ലിനിക്കൽ വിഭാഗങ്ങളിൽ മാത്രം 66 ഡോക്ടർമാരുടെ ഒഴിവുകളാണുള്ളത്. ഏറ്റവും ദാരുണം ഗൈനക്കോളജി വിഭാഗത്തിലെ അവസ്ഥയാണ്. പാവപ്പെട്ട ഗർഭിണികളും അമ്മമാരും ആശ്രയിക്കുന്ന പ്രസവ വിഭാഗത്തിൽ മാത്രം 11 ഡോക്ടർമാരാണ് ഇല്ലാത്തത്. ജനറൽ സർജറിയിൽ 12ഉം, ജനറൽ മെഡിസിൻ 4ഉം, അനസ്തേഷ്യ വിഭാഗത്തിൽ 4ഉം, റേഡിയോളജി വിഭാഗത്തിൽ 4ഉം, ന്യൂറോ സർജറി വിഭാഗത്തിൽ 2ഉം, കാർഡിയോളജിയിൽ 2ഉം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഈ വിഭാഗങ്ങളിലൊക്കെ ധാരാളം രോഗികളാണ് നമ്മുടെ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ചികിത്സ തേടിയെത്തുന്നത്. ഇവർക്ക് മതിയായ ചികിത്സ നൽകുവാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഡിവൈഎഫ്ഐക്കാരുടെ പൊതിച്ചോറ് വിതരണം മുടക്കാൻ ആശുപത്രിയിലെത്തി ആവേശപൂർവ്വം പത്രസമ്മേളനം വിളിച്ച കെ മുരളീധരൻ മന്ത്രിക്ക് ഡോക്ടർമാരില്ലാതെ വലയുന്ന നമ്മുടെ ആശുപത്രിയുടെ അവസ്ഥയെക്കുറിച്ച് മിണ്ടാട്ടമില്ല എന്നത് ഖേദകരമാണ്. ഇത് നിലവിൽ പഴയകാല സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് അനുവദിച്ചിട്ടുള്ള തസ്തികകളിലുള്ള ഒഴിവുകളാണിത്. സൂപ്പർ സ്പെഷ്യാലിറ്റി പോലുള്ള പുതിയ ബ്ലോക്കുകൾ, പുതിയ ബിൽഡിങ്ങും മറ്റുമൊക്കെ നിലവിൽ വന്നതിന് ശേഷം പുതിയ തസ്തികകളിലൂടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് യഥാർത്ഥത്തിൽ നിരവധി ഡോക്ടർമാരുടെ പോസ്റ്റ് ക്രിയേഷൻ നടക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ നമ്മൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തുവിടുന്നതാണ്. അമ്പലപ്പുഴ വാർത്തയുടെ ഈ പരമ്പര നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. MLA, MP, വകുപ്പ് മന്ത്രി തുടങ്ങിയവരുടെ ശ്രദ്ധയിൽ ഈ ബുള്ളറ്റിനിലൂടെയുള്ള ഞങ്ങളുടെ അന്വേഷണ വിവരങ്ങൾ എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രേക്ഷകരായ മാന്യ വ്യക്തികളും ജനപ്രതിനിധികളും ഇത് ഏറ്റെടുക്കുമെന്നും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.